കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പോലീസ് കാട്ടിയത് ഗുരുതര അലംഭാവം. പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ആരോപണം ഉണ്ടായിട്ടും റമീസിനെ പോലീസ് പിടികൂടിയിട്ടില്ല. റമീസ് ക്രൂരത തുടർന്നത് ആത്മഹത്യയിലേക്ക് എത്തിച്ചെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സോന എൽദോസ് എന്ന TTC വിദ്യാർത്ഥി തൂങ്ങി മരിച്ചത്. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണം എന്ന് നിർബന്ധിച്ചു എന്നും പറയുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നും സോനയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിഷ, ഈ കോതമംഗലത്തെ ലവ് ജിഹാദ് കേസ്, ഇതിൽ പോലീസ് കാട്ടിയത് ഗുരുതരമായ അലംഭാവം എന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. നിഖിൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സോന എൽദോസ് എന്ന 23-കാരിയാണ് ഇന്ന് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. ഈ സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി താൻ മരിക്കുന്നതിൻ്റെ കാരണക്കാരൻ തൻ്റെ ആൺ സുഹൃത്തായ റമീസിൻ്റെ കുടുംബക്കാർ, മാതാപിതാക്കൾ, ഇവരുടെ കൂട്ടുകാരടക്കമുള്ള ആളുകളാണ് എന്ന് കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പോലീസ് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. റമീസിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും കോതമംഗലം പോലീസ് തയ്യാറായില്ല എന്നാണ് സോനയുടെ കുടുംബം ആരോപിക്കുന്നത്. സോന കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോനയുടെ വീട്ടിൽ തൂങ്ങി മരിച്ചത്. സോനയ്ക്ക് റമീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു. ഇയാൾ പറവൂർ സ്വദേശിയാണ്. മതം മാറിയാൽ മാത്രം വിവാഹം കഴിക്കാമെന്നായിരുന്നു റമീസ് സോനയ്ക്ക് നൽകിയ വാഗ്ദാനം. തുടർന്ന് സോന മതം മാറാൻ സമ്മതിച്ചിരുന്നു. പിന്നീട് റമീസിനെ ചില അനാശാസ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചിരുന്നു. തുടർന്ന് വീണ്ടും റമീസ് സോനയുടെ പിന്നാലെ വരികയും ആ സമയത്ത് സോന താൻ മതം മാറാതെ റമീസിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അയാൾ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെയല്ല 3-ാം തീയതി, റമീസിൻ്റെ പറവൂരുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ റമീസിൻ്റെ മാതാപിതാക്കളും റമീസിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, ഇതിനായി പൊന്നാനിയിൽ പോയി മതപഠനം നടത്തണം, 2 മാസം മതപഠനം നടത്തണം, അതിനുശേഷം വിവാഹം കഴിക്കാമെന്ന് വീണ്ടും സോനയോട് പറയുകയും സോനയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്തു. സോനയുടെ പിതാവ് മരിച്ചിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. പിതാവിൻ്റെ മരണശേഷം മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു തന്നെ ഇത്തരത്തിൽ എല്ലാ രീതിയിലും റമീസിൻ്റെ വീട്ടുകാരും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് സോന എൽദോസ് എന്ന 23-കാരിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. എന്തായാലും ഇതൊന്നും തനിക്ക് താങ്ങാൻ കഴിയില്ല. തൻ്റെ മരണത്തിന് ഉത്തരവാദി റമീസിൻ്റെ കൂട്ടുകാരും വീട്ടുകാരുമാണ് എന്ന് സോന കൃത്യമായി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കോതമംഗലം പോലീസ് കേസെടുത്തത്. ഈ റമീസ് എന്ന് പറയുന്ന പറവൂർ സ്വദേശിയെ വിളിച്ച് ചോദ്യം ചെയ്യാനോ ഇയാളുടെ വീട്ടുകാരെ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല. സോനയുടെ കുടുംബവും അത് തന്നെയാണ് ആരോപിക്കുന്നത്. റമീസിന്റെ കൂട്ടുകാരും വീട്ടുകാരുമാണ് സോന എന്ന 23 വയസ്സുകാരിയുടെ മരണത്തിന് കാരണം. എന്നാൽ ഇതിലൊന്നും തന്നെ ഒരു അന്വേഷണവും നടത്താൻ പോലീസ് തയ്യാറായില്ല എന്നാണ് സോനയുടെ കുടുംബം ആരോപിക്കുന്നത്. നിഖിൽ. ശരി നിഷ, കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പോലീസ് കാട്ടിയത് ഗുരുതരമായ അലംഭാവം എന്ന ആരോപണമാണ് ഉയർന്നത്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണം ഉണ്ടായിട്ടും റമീസിനെ പോലീസ് പിടികൂടിയില്ല എന്ന് കുടുംബം ആരോപിക്കുന്നതോടൊപ്പം റമീസ് ക്രൂരത തുടർന്നത് ആത്മഹത്യയിലേക്ക് എത്തിച്ചു എന്നും പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പിൽ ഇത് വ്യക്തമാണ്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നും സോന എൽദോസ് എന്ന TTC വിദ്യാർത്ഥിനി, തൂങ്ങി മരിച്ച സോനയുടെ പിതാവ് അല്ലെങ്കിൽ കുടുംബം ആരോപിക്കുന്നുണ്ട്. റമീസിനെതിരെ ഗുരുതര ആരോപണമാണ് എന്തായാലും ഉയർന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ്.